नमस्ते बच्चों, सभी का स्वागत है हिंदी ഈ ഗുരു में. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പരീക്ഷാകാലം ഇങ്ങടുത്തെത്തിയല്ലേ. അപ്പോൾ ഓരോ സബ്ജക്ട്സും നിങ്ങൾ എത്ര വട്ടം റിവിഷൻ ചെയ്തു? നമ്മുടെ ഹിന്ദിയുടെ റിവിഷൻ ഏതുവരെയായി? നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ 2 യൂണിറ്റ്സിൻ്റെയും നമുക്കറിയാം ഈ വർഷത്തെ നമ്മുടെ കൊറോണ കാരണമായതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, വെട്ടിക്കുറച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെറും 2 യൂണിറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ള് വാങ്ങാം. ഒരു കണക്കിന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം സിമ്പിളായിട്ട് തന്നെ എല്ലാ സബ്ജക്റ്റിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ A+ നിങ്ങൾക്ക് ഈ വർഷം നേടിയെടുക്കാവുന്നതാണ്. നിങ്ങൾ അതിന് വേണ്ടി നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഒരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് മാത്രമല്ല 3ാമത്തെ യൂണിറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ യൂണിറ്റ് 4ാമത്തെ യൂണിറ്റും നോക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഫോക്കസ് ഏരിയ 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ, അതായത് നമ്മുടെ എക്സാമിന് വരുന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2 യൂണിറ്റിൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമ്മുടെ ഈ റിവിഷൻ ക്ലാസ് കാണാം. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു റിവിഷൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാനും അപ്ലോഡ് ചെയ്യാനും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് പോകുന്നതിനെക്കാട്ട് മുന്നേ, ഇതിപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ തന്നെ കൂട്ടാം. 2 യൂണിറ്റ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ തലേ ദിവസമോ നിങ്ങൾക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന് പറയില്ലേ, ഒരു റിവിഷൻ പോലെ, അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പറഞ്ഞ് ഞാൻ സമയം പോക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഈ എക്സാമിനുണ്ട്. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ 2 യൂണിറ്റുകളാണ്. ഏതൊക്കെ 2 യൂണിറ്റ്? ഝണ്ഡാ ഊഞ്ചാ രഹേ ഹമാര എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റായ നിജ് ഭാഷ ഉന്നതിയാഹ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതും അതിൻ്റെ പാറ്റേൺ ഒക്കെ കഴിഞ്ഞ മോഡൽ എക്സാമിന് പരിചയപ്പെടേണ്ടായി. നിങ്ങൾക്കറിയാം 34 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ 80 മാർക്കിനാണ്. 160 മാർക്ക് ഉണ്ടായിരിക്കും. 80 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയ എന്നാണ്. ആ ഫോക്കസ് ഏരിയ മാത്രം നോക്കിപ്പോയി നിങ്ങൾക്ക് 80ൽ 80 വാങ്ങാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരാൾക്കും കിട്ടില്ല. നമ്മുടെ കൊറോണ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ ഈ ഒരു വർഷം നമ്മളിത് പോയല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാം വെട്ടിക്കുറയ്ക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഈ ഫോക്കസ് ഏരിയ മാത്രമല്ല മറ്റേ 2 യൂണിറ്റിൽ നിങ്ങൾക്ക് അറിയാം. മറ്റേ 2 യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതാണ് 160 മാർക്ക് എന്ന് പറയുന്നത്. മറ്റേ 2 യൂണിറ്റ്സും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഫോക്കസ് ഏരിയ ചിലപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത എന്തെങ്കിലും ഡൗട്ട്ഫുള്ളായതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ഏരിയയിൽ നിന്നും എടുത്തെഴുതാം. അതിൻ്റെ മാർക്കും ഇതിന് പരിഗണിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റത്തെ യൂണിറ്റാണ് ഝണ്ഡാ ഊഞ്ചാ രഹേ ഹമാര എന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാപ്റ്റേഴ്സ് എന്താണ്, ഏത് വിധയാണ്, കഹാനിയാണോ കവിതയാണോ പത്രമാണോ, അതാദ്യം മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ കവിത എഴുതിയതാരാണ് അല്ലേ, ആ കവി ആരാണ്, കവി കോൻ ഹെ, കഹാനികാർ കോൻ ഹെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് നോക്കിക്കേ. ഇത് നമ്മുടെ കഴിഞ്ഞ മോഡലിനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വ ഭടുക്കാ ഹുവാ പീർ കിസ് വിദാ കി രചന ഹെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭടുക്കാ ഹുവാ പീർ? നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിലെ
ഒരു ചാപ്റ്ററാണത്. അപ്പോൾ നിങ്ങൾക്കറിയാം 160 മാർക്കിൽ നമ്മുടെ 4 യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം 80 മാർക്കാണ്. ആ 80 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് 80-ൽ 80 വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൈ ചാൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരിക, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും അറിയാതിരിക്കുക, എന്തെങ്കിലും ഡൗട്ട് വരിക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റ് 80 മാർക്ക് നിങ്ങളുടെ മറ്റേ 2 യൂണിറ്റിൽ നിന്ന് എടുത്തെഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എടുത്തെഴുതാൻ പറ്റിയതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്, അത്യാവശ്യമാണിത്. നോക്കിക്കേ, കിസ് വിധാ കി രചന ഹേ. അതിന് മുന്നേ യൂണിറ്റ് നോക്കുന്ന മുന്നേ യൂണിറ്റ് ഏതാണ്, നിങ്ങൾക്ക് എന്തായാലും 4 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് 2 യൂണിറ്റ്. അപ്പം മറ്റ് 2 യൂണിറ്റിൻ്റെ എന്ത് ചെയ്യണം, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണുള്ളത്. ഇപ്പോൾ വ ഭടുക്കാ ഹുവാ പിർ, അത് രാജ് ബുദ്ധിരാജയുടെ ഒരു സംസ്മരണമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് മുന്നേ നിങ്ങൾ ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ സുഖമായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, 1 മാർക്ക് മേടിക്കാം. മാത്രമല്ല ഓരോ ചാപ്റ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു വ ഭടുക്കാ ഹുവാ പിർ എന്ന് പറഞ്ഞിട്ട് അതിലെന്താണ് പറയുന്നത്, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കണമെന്നോ അത് കാര്യം പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. കഥ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ആൻസർ. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 17ാമത്തെ, ജമീൻ കി രജിസ്ട്രി കെ എക് ദിൻ പെഹ്ലെ പിതാജിനെ കഹാം ജാനെ കോ കഹാ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി, അത് വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്താണ്. എവിടെ പോകാനാണ് പിതാജി ആഗ്രഹിച്ചത്, ഖേത്ത് കാണാൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് മറ്റേ ഫോക്കസ് ഏരിയ എന്ന് അറിയാത്ത ഭാഗമുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് വേണ്ടി പറയുകയാണ്, മറ്റേ 2 യൂണിറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഫോക്കസ് ഏരിയ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പക്ഷേ അതിന് കൂടെ തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 80-ൽ 80 മാർക്ക് മേടിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഏതൊക്കെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എന്നും, അതേപോലെ തന്നെ ആരാണത് എഴുതിയത് എന്നും, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അത് പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇത് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 3ാമത്തെ യൂണിറ്റിലെ മാൻ സമ്മാൻ മിലേ നാരി കോ എന്നുള്ളതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥയാണ്. ആരുടെയാണ്? ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ഒരു ആത്മകഥ. 2ാമത്തെ പാഠം എന്ന് പറയുന്നത് സപ്നെ കാ ബി ഹക് നഹീം, സ്വപ്നം കാണാൻ പോലും എനിക്ക് അവകാശമില്ല എന്ന് പറയില്ലേ, അതിൻ്റെ കവിതയാണ് ഡോക്ടർ ജെ ബാബുജിയുടെ. പിന്നുള്ളത് മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറഞ്ഞിട്ട് അമൃത പ്രീതം എഴുതിയിട്ടുള്ള ഒരു കഹാനിയാണ്. നല്ല മനോഹരമായിട്ടുള്ള കഥയാണ്. നിങ്ങൾ വായിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു കഥ നിങ്ങൾ കേൾക്കുക കേട്ടോ, നല്ല കഥയാണ്. ഇതിന് കൂടെ തന്നെ ഹൈക്കു പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഡോക്ടർ ഭഗവത് ചരൺ അഗ്രവാൾജിയുടെ കവിതയാണ് ഹൈക്കു എന്ന് പറഞ്ഞിട്ടുള്ള. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ബുജാ ദീപക് ജലാദോ, അണയുന്ന ദീപത്തെ തെളിയിക്കൂ എന്നാണ് അല്ലേ. കുമുദ് ഫുൾ ബേച്ചനെ വാലി ലടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് കവിതയാണ്. ആരുടെ? നമ്മുടെ ONV കുറുപ്പുജിയുടെയാണ് അല്ലേ. നമുക്കറിയാം ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ്. ആരാണ് ചെയ്തത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ്? ഡോക്ടർ S തങ്കമണി അമ്മയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് പേര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹിന്ദിയിൽ? കുമുദ് ഫുൾ ബേച്ചനെ വാലി ലടുക്കി. അതിൻ്റെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ, ഏത് പൂവാണ് വിൽക്കുന്നത് എന്ന്. പറയാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഒന്നും വേണ്ട, ഈ ജസ്റ്റ് ഒരു കുമുദ് ഫുൾ ബേച്ചനെ വാലി ലടുക്കി എന്ന് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് പോലും ആരെങ്കിലും ഒരു വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് 1 മാർക്ക് സുഖമായിട്ട് നേടാമായിരുന്നു. ഇനി 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഭടുക്കാ ഹുവാ പീർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്മരണമാണ് രാജ് ബുദ്ധിരാജയുടെ. പിന്നുള്ളത് ആത്മീക ചെഹ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് കുംവർ നാരായണൻ്റെ. പിന്നെ ദവ എന്ന് പറഞ്ഞിട്ടുള്ള വ്യംഗ്യമാണ് ഹരിശങ്കർ പ്രസാദ്ജിയുടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നോക്കി പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളെ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ്. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ നമുക്കറിയാം മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് നമ്മുടെ രാഷ്ട്രകവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തജിയുടെ. 2ാമത്തെ ഒരു ജവാബി പത്രാണ്. ആരതാണ്? ബഹദൂർ ഷാ സഫർജിയുടെ അല്ലേ, ബേട്ടി കെ നാം എന്നു പേരുള്ള.
പിന്നെന്താണ് നമുക്ക് മൂന്നാമത്തെ പഠിക്കാനുള്ളത്? മേരെ ഭാരത് വാസിയോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷണമാണ് അല്ലേ? ആരുടെയാണ്? നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ? പ്രധാനമന്ത്രി ആയിട്ടുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റുജിയുടെ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രകവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തജിയുടെ കവിതയാണ്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ പാഠം എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതിൽ നമുക്കറിയാം കഴിഞ്ഞ മോഡലിൽ ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങൾ നോക്കിക്കേ. കണ്ടില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഈ മാതൃഭൂമി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് അല്ലേ? ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പാക്കർ തുജിസെ സബി സുഗോങ്കോ ഹംനെ ബോക എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കേ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദൂസറോ കി പ്രതി ഉപകാർ കെ അർത്ഥമേ പ്രയുക്ത ശബ്ദ കോൺസാ ഹെ? എന്താണ് ദൂസറോ കി പ്രതി ഉപകാർ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ് അതിൻ്റെ ആപ്റ്റായിട്ടുള്ളൊരു വേർഡ് നമ്മുടെ കവിതയിലുള്ളത്? നമുക്കറിയാം, പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇത് 1 മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനോ, മാതൃഭൂമിക്ക് ലിയെ കവി ക്യാ കർനാ ചാഹത്തെ ഹെ? എന്താണ് മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് കവി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം അല്ലേ? പിന്നെ ജാൻ അർപ്പിത് കർണയ്ക്ക് പ്രേരണ ദേത്തി ഹെ? ആര്? നമ്മുടെ കവി സ്വന്തം ജീവിതം തന്നെ ആർക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 മാർക്ക് കിട്ടി. ഒറ്റൊരു സെൻറ്റൻസ് എഴുതിയാൽ മതി കേട്ടോ. കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഈ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം പോക്കും വേണ്ട. ഒറ്റൊരു സെൻറ്റൻസിൽ നിങ്ങൾ ആൻസർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. തീരെ പ്രത്യുപകാർ കഭി ക്യാ ഹംസെ ഹോഗാ? കവി ക്യോം ऐसे सोचते हैं? നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ? അമ്മേനോട് ചോദിക്കുകയാണ് അല്ലേ? നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ശരിക്കും ഇത് നമ്മുടെ അമ്മയായിട്ട് തന്നെ കാണുക. അമ്മ നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൂടി മറന്നിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവർ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കവി ചിന്തിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ്? മാതാദ്വാര അപ്നെ ബച്ചോം കെ ലിയെ കിയേ ഗയേ കാര്യോം കോ പ്രത്യുപകാർ കർണ ആസാൻ ഹേ കെ ബച്ചോ? ആസാൻ ഹേ? എളുപ്പമാണോ നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യുപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ? അല്ല അല്ലേ? മാക്കാ സ്നേഹ അതുല്യ ഹേ और അനുപം ഹേ, അസീം ഹേ അല്ലേ? വളരെയധികം എന്താ പറയുക, നിർവചിക്കാൻ കഴിയാത്തതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മാതൃഭൂമി എന്ന് പറയുന്നത് അപ്നി മാ കാ പ്രതീക് ഹേ. മാ കി നിസ്വാർത്ഥ സേവാ കെ ലിയേ പ്രത്യുപകാർ കർണ ആസാൻ നീ ഹേ. ആസാനാണോ? എളുപ്പമാണോ? അല്ല. അപ്പം എന്ത് ചെയ്യുക? നിങ്ങളുടെ രീതിയിൽ ആ 2 മാർക്കിന് ആൻസർ ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്വാഭാവികമായിട്ടും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതൃഭൂമി പാഠം എടുക്കുന്ന ടൈമിൽ ആസ്വാദൻ ടിപ്പണി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോഴുള്ള കാര്യമൊക്കെ അറിയാലോ. കവിയുടെ പേര് എഴുതണം. ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കവിതയുടെ പേര് ഹെഡിങ് ആയി കൊടുക്കണം. അതിൽ അണ്ടർലൈൻ ചെയ്യണം. അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആരുടെയാണ് കവിത? എന്താണ് കവിത? കവിതയുടെ പേരൊക്കെ കൊടുക്കണം. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫിൽ വേണം നമ്മുടെ ഈ ഒരു പാട്ടിൻ്റെ എഴുതാൻ ആസ്വാദന ടിപ്പണി എഴുതാൻ. കവിതാശിക്ക് ആസ്വാദന ടിപ്പണി, ആ ഒരു കവിതയുടെ അംശത്തിൻ്റെ മാത്രം ആസ്വാദന ടിപ്പണി നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്താണോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് അല്ലെങ്കിൽ കവി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കവി അപ്പനെ ജാൻ അർപ്പിത് കർണയ്ക്ക് ലിയെ ആഹ്വാൻ കർത്തേ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനത്തെ സെൻറ്റൻസൊക്കെ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അതും നിങ്ങൾ എഴുതി വയ്ക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ഈ മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ ഇങ്ങനൊരു നമ്മുടെ കവിതയുടെ ഒരു ഭാഗം തരും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഈ കിസ് കവിത കാൻഷ് ഹേ? ഏത് കവിതയിലത്തെയാണ്? നമ്മുടെ മാതൃഭൂമിയാണ് അല്ലേ? 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. സുഖമായിട്ട് എഴുതിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ, ധർത്തി കാ പരിധാൻ ക്യാ ഹേ? എന്താണ് നമ്മുടെ ഭൂമിയുടെ വസ്ത്രം എന്ന് പറയുന്നത്? നമുക്കറിയാം, നീലാംബർ പരിധാൻ ഹരിത തട്ട് പർ സുന്ദർ ഹേ. ഹരിതടം എന്ന് പറഞ്ഞാൽ ഈ പച്ചയായ തീരത്ത് നീലാകാശ വസ്ത്രം നമ്മുടെ ഭൂമിക്ക് എത്രയധികം മനോഹരമായിരിക്കുന്നു അല്ലേ? അവൾക്ക് എത്ര നന്നായി ചേരുന്നു എന്നൊക്കെ പറയില്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ വസ്ത്രം എന്ന് പറയുന്നത്? നീലാംബർ പരിധാനാണ്. അതിനും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. പിന്നെന്താ ചോദിച്ചത്? കവിനെ നദിയോർ ഫൂലോं को वर्णन किस प्रकार किया है? എങ്ങനെയാണ്? നദിയാ
പ്രേമ കാ പ്രവാഹ ഹേ, അങ്ങനെയല്ലേ കൊടുത്തുള്ളത്. നദിയാം പ്രേമ പ്രവാഹ, ഫൂൽ താരെ മണ്ടൻ ഹേ. പൂക്കളും നക്ഷത്രങ്ങളും എന്താണ്? ആഭൂഷണങ്ങളാണ്. ആരുടെ? നമ്മുടെ മാതൃഭൂമിയുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നത്, അതിന് ഭംഗി കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഈ ആഭൂഷണങ്ങളാണ്. ഏതൊക്കെ ആഭൂഷണങ്ങൾ? പൂക്കളും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ നദിയാം പ്രേമ കാ പ്രവാഹ ഹേ. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനിയുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കവിതാശുക്ക് ആശയ ലിഖി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ നമ്മുടെ കവിതയുടെ ഒരു ഭാഗമല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ആശയം എന്താണ്? ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നത്? അത് ആശയം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. 6 മാർക്കിൻ്റെയാണ്. നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആസ്വാദന ടിപ്പണി എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. അറിയില്ലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ? ആശയം എഴുതാൻ പറയുമ്പോൾ അതിൻ്റെ ആശയം എഴുതി വയ്ക്കുക. മുഴുവനായിട്ട് നമ്മുടെ കവിത ഒന്നും എഴുതി വെക്കേണ്ട. ഈ പാട്ടിൻ്റെ ആശയം നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമല്ല, ഈ പാട്ട് മാത്രമേ ഉള്ളൂ. ഈ പാട്ടിനെ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൈഥിലി ശരൺ ഗുപ്തജിയുടെ കവിതയുടെ റിവിഷൻ എന്ന് പറയുന്നത്. കാരണം 20 മാർക്കിനാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ മോഡലിനെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. മാത്രമല്ല ഞാൻ പിന്നെയും പറയണേ, കഴിഞ്ഞ വീഡിയോ നമ്മുടെ മാതൃഭൂമിൻ്റെ ആ ചാപ്റ്ററിൻ്റെ ഞാൻ ക്ലാസ് എടുത്തത് നോക്കിയാൽ ക്ലിയറായിട്ട് എന്താണോ ഇതിൽ പറയുന്നതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തതിൽ പറയാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതും ആസ്വാദന ടിപ്പണിയും ആശയം എഴുതാൻ വേണ്ടിയിട്ടും. പിന്നെ നിങ്ങൾ നോക്കി പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി പോവുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിവിഷൻ കേട്ടോ, ഫസ്റ്റത്തെ ചാപ്റ്ററായ മാതൃഭൂമിയുടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. ഓക്കെ. അപ്പോൾ രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടത് ഒരു ബേട്ടി കെ നാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജവാബി പത്രമാണ്. ആരുടെയാണ്? ബഹദൂർ ഷാ സഫർജിയുടെ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനൊരു ജവാബി പത്രം എഴുതുവാനുള്ള കാരണം, അല്ലെങ്കിൽ ആരാണ് ബഹദൂർ ഷാ സഫർജി എന്നുള്ളതാണ്. നോക്കിക്കേ, അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഭാരതം 1947 സ്വാതന്ത്ര്യം കിട്ടി. അതിന് മുന്നേ 2 നൂറ്റാണ്ടോളം 2 സദിയോൻ തക് ബ്രിട്ടീഷ് രാജ്യക്ക് അധീനത, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു നമ്മുടെ ഭാരതം. ഈ ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കിത്തനോനെ അപ്പനെ ജാൻകി കുർബാനി ധി, സ്വന്തം ജീവിതം ബലി നൽകിയത് ചരിത്രം തന്നെ സാക്ഷിയാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ എന്നാണ് സ്വാതന്ത്ര്യ സമരം പുറപ്പെട്ടത്? 1857 അല്ലേ? അപ്പോൾ ഈ 1857 ആ സ്വാതന്ത്ര്യ സമരം പുറപ്പെടുന്ന കാലത്ത് ഒരുപാട് എന്തുണ്ടായി? സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതിലാണ് ഒരു സംഭവമാണ് നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുമായി ബന്ധപ്പെട്ടത്. എന്തായിരുന്നു? നമുക്കറിയാം 1857 ഫസ്റ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ ആ 1ാം സമരത്തെ ആര് തോൽപ്പിച്ചു? നമ്മുടെ ഭാരതത്തെ ബ്രിട്ടീഷ് സർക്കാർ തോൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തു? അതിന് നമ്മുടെ ദില്ലിയിലെ നമ്മുടെ മുഗൾ ചക്രവർത്തിയായ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ബഹദൂർ ഷാ സഫർജി അല്ലേ? അന്തിം മുഗൾ ശാസക് ഹേ കോനെ? നമ്മുടെ ബഹദൂർ ഷാ സഫർജി അല്ലേ? അപ്പോൾ ഈ ബഹദൂർ ഷാ സഫർജീനെ അവിടുത്തെ നമ്മുടെ ബ്രിട്ടീഷ് സർക്കാർ യുദ്ധ തടവുകാരനാക്കി മാറ്റി. അവരെന്ത് ചെയ്തു? 1858 ഡിസംബർ 4 മഗർ എന്ന പേരുള്ള ഒരു യുദ്ധക്കപ്പലിൽ എങ്ങോട്ട് അയച്ചു? രംഗൂൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അയക്കുകയുണ്ടായി. മഗർ നാമക് ബ്രിട്ടീഷ് യുദ്ധബോധ് സേ, യുദ്ധബോധ് എന്ന് പറഞ്ഞാൽ വാർഷിപ്പ്, അതായത് യുദ്ധക്കപ്പലിൽ രംഗൂണിലേക്ക് നാട് കടത്തി. അപ്പോൾ രംഗൂണിലാണെങ്കിൽ ശക്തമായ എന്താണ് സക്ത് പെഹരേക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ട്, സക്ത് പെഹരാദ, പെഹര എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ കാവലുണ്ടായിട്ട് കൂടി കാവലുണ്ടായിരുന്നു. മാത്രമല്ല മറ്റുള്ളവരെ കാണാനോ സംസാരിക്കാനോ ഒരിക്കലും അനുവാദമുണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മുടെ ചക്രവർത്തിയുടെ മകളെ പേരെന്താണ്? കുൽസും ജമാനി ബീഗം. ഈ കുൽസും ജമാനി ബീഗം എവിടെ ഉണ്ടായിരുന്നു? ദില്ലിയിൽ ബ്രിട്ടീഷ് തടവിലായിരുന്നു. അപ്പോൾ കഠിനമായിട്ടുള്ള നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ശക്തമായ കാവലുണ്ടായിട്ടിരുന്നും കൂടി അവരെന്ത് ചെയ്തു? ചില കത്തുകൾ ദില്ലിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ആർക്ക്? നമ്മുടെ ബഹദൂർ ഷാ സഫർജി ആർക്ക് അയക്കും? മകൾക്ക് കത്തയക്കും. മകൾ തിരിച്ച് അച്ഛന് കത്തയക്കും. അങ്ങനെ ശക്തമായ കാവലുണ്ടായിട്ടും കൂടി അവർക്ക് കത്തുകൾ അയക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതായത് ഇതിൽ പറയുന്നുണ്ട്
ഈ കത്ത് എന്ന് പറയുന്നത് ചക്രവർത്തിയുടെ ഒരു മറുപടി കത്താണ്. മകളെ അയച്ചിട്ടുണ്ട്, അപ്പോൾ മകൾക്ക് അയക്കുകയാണ് ആര്? ബഹദൂർ ഷാ സഫർജി. അപ്പോൾ മകളെ പേരെന്താണ്? കുൽസും സമാനി ബീഗം എന്നും. എങ്ങോട്ടാണ് നമ്മുടെ ചക്രവർത്തിയുടെ നാട് കടത്തപ്പെട്ടത്? രംഗൂൺ എന്ന സ്ഥലത്തിലേക്കാണ്. ഇതൊക്കെ മഗർ എന്നുള്ള യുദ്ധക്കപ്പലിലാണ്. രംഗൂണാണ് ആലോചിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ മഗറാണ് യുദ്ധക്കപ്പലെന്നും കുൽസും സമാനി ബീഗമാണ് മകളുടെ പേരെന്നും. കൂടെ തന്നെ എന്തും ആലോചിച്ച് വയ്ക്കുക, ദില്ലിക്ക് അന്തിം മുഗൾ ശാസകാണ് ബഹദൂർ ഷാ സഫർജി എന്നും. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, മറക്കാതെ. ഇനി എക്സാമിന് എന്തെങ്കിലും ഒരു ബൈ ചാൻസ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ ആഡ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഇതിന് കൂടുതലായിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നൊന്നുമില്ല. നമ്മുടെ മോഡൽ എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻ ഇതിന്ന് വന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിക്കേ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണെന്ന്? കഥൻ പഠേ और ബഹദൂർ ഷാ സഫർ കെ ചരിത്ര पर टिप्पणी लिखे. ആരുടെയാണ്? നമ്മുടെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ സഫർജിയുടെ ചരിത്ര पर टिप्पणी എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും നമ്മൾ നമ്മുടെ കഴിഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അതിന് ഹിൻസ് കൊടുത്തുള്ളത്? അപ്പോൾ ഹൻസയാരോയെ കൊയ് ഫായദ നഹി. ഇനിയിപ്പോൾ കരഞ്ഞിട്ടോ അതേപോലെ ചിരിച്ചിട്ടോ ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം. ദില്ലി വാലെ മുझको रोते होंगे वे क्या यह नहीं जानते कि मैं भी उनको रोता हूँ. എനിക്ക് വേണ്ടി ആര് കരയുന്നുണ്ട്? ദില്ലിയിലെ അവിടുത്തെ ജനങ്ങൾ കരയുന്നുണ്ട്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാനും അവർക്ക് വേണ്ടി ഇവിടെ കിടന്നിട്ട് കരയുകയാണെന്ന്. അവർക്ക് അറിയില്ല എന്നാണ് ആര് പറയുന്നത്? ചക്രവർത്തി പറയുന്നത്. ഇത് നോക്ക്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു സഹാനുഭൂതിയാണ്. മാത്രമല്ല ദില്ലി വാസിയോക്കെ പ്രതി ഉസ്കെ പ്രേം ഹോ സഹാനുഭൂതി, അതല്ലേ നമുക്ക് വെളിവാകുന്നത്. ഇതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ചരിത്ര ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചരിത്ര ടിപ്പണി എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് വേണം? ബഹദൂർ ഷാ സഫറാണ് വെച്ചാൽ അവരുടെ പേര് കൊടുക്കുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമുക്കറിയാം വെറുതെ എഴുതിപ്പോയാൽ ഓരോ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ എന്ത് കൊടുക്കണം? നമുക്കറിയാം 1857 സ്വാതന്ത്ര്യ സമരത്തിന് ആ സമയത്താണ് ബഹദൂർ ഷാ സഫറിനെ എന്തിലാക്കിയത്? തടവിലാക്കിയത്. അതൊക്കെ ഉൾക്കൊള്ളിക്കണം കേട്ടോ. സഫർക്ക് കൈദി ബനാക്ക് രംഗൂൺ ഭേജാ ഗയാ എന്ന് നമുക്ക് എഴുതാം. ഉൻകി ബഡി ബേട്ടി, മകളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താ മകളെ പേരെന്താ? കുൽസും സമാനി ബീഗം. മകളെക്കുറിച്ചിട്ടും ചെറുതായിട്ടും എന്താ പേര് ഒന്നും പറയണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ്? ബേട്ടി ദില്ലിമേയും അംഗ്രേസോങ്കെ കൈദിമേ എന്താ. എന്നിട്ട് വേണം നിങ്ങൾ എന്തെഴുതാൻ? എന്താണ് ആ സ്വഭാവം? എന്താണ് നമ്മുടെ ബഹദൂർ ഷാ സഫർജി? നമുക്കറിയാം ഒരു ആദർശ ദേശപ്രേമിയായിരുന്നു അല്ലേ? നല്ലൊരു അച്ഛനായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു അല്ലേ? പ്യാരി പിതാദേ. എന്താണ് നമുക്ക് ഇതിന്ന് വെളിവാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ദില്ലിവാസിയും പ്രതി വ്യാകുലത എന്ന് പറയാം, അല്ലെങ്കിൽ സഹാനുഭൂതി അല്ലേ? ദില്ലിവാസിയും മാത്രമല്ല അപ്പനെ പരിവാർ വാലോം और ദില്ലിവാസിയോं के प्रति उनके ആകുലത അല്ലെങ്കിൽ ഉൻകെ പ്രതി വ്യാകുല അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രകടമാകുന്നത് അവരുടെ സ്വഭാവത്തിൽ. ഇതൊക്കെ നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുക, വീഡിയോ കാണുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചതാണ്, കിത്തനെ ബച്ചേ യത്തീം ഹോ ഗയി, എത്രയോ കുട്ടികൾ അനാഥരായി. കിത്തനെ ഔരത്തെ ബേവാ ഹോ ഗയി, എത്രയോ സ്ത്രീകൾ വിധവകളായി. അപ്പോൾ ഇങ്ങനെ അതിൽ പറയുന്നുണ്ട് അല്ലേ നമ്മുടെ ചാപ്റ്ററിൽ. അപ്പോൾ ബഹദൂർ ഷാ സഫർ കെ പത്ര കെ ഇസ് പ്രസംഗ് പർ യുദ്ധക്കെ ഭീഷൺ പരിണാം, നമ്മുടെ യുദ്ധത്തിൻ്റെ ആ പ്രത്യാഘാതം എന്താണ്? ആ പ്രത്യാഘാതം എന്നതിനെ കുറിച്ചിട്ടൊരു ആലേഖ അല്ലെങ്കിൽ ആർട്ടിക്കിൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഫോക്കസ് ഏരിയ എന്ന് ചോദിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് 80 മാർക്കിൽ 80 നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഹിൻസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടി. എന്തൊക്കെ? യുദ്ധക്ക വിനാശ്, എന്താണ് യുദ്ധത്തിന് വിനാശം എന്ന് പറയുന്നത്? സാമൂഹിക ക്ഷതി എന്താണ്? ശാന്തിക്ക മഹത്വം എന്താണ്? എന്താണ് സമാധാനത്തിൻ്റെ മഹത്വം എന്ന്? ഇതിനൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങൾ ആലേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, യുദ്ധം നല്ലതിന് വേണ്ടിയിട്ടാണോ? ഓരോ കുടുംബത്തെയും വളർത്തുകയാണോ ചെയ്യുന്നത്? യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും അല്ല. ഓരോ കുടുംബത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ യുദ്ധങ്ങളും അല്ലേ? നിങ്ങൾക്കറിയാം ഇതുവരെ നടത്തിയ യുദ്ധങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിയാൽ, ഒന്ന് പരിശോധിച്ചാൽ ആർക്കെങ്കിലും എന്ത് നേട്ടമുണ്ടായിട്ടുള്ളത്? ഓരോ ചെറിയ അതാ പറഞ്ഞത്, അവിടത്തെ കിത്തനെ ബച്ച് എത്തിയും എത്രയോ കുട്ടികൾക്ക് അവർ അനാഥരായി മാറി.
മാത്രമല്ല എത്രയോ സ്ത്രീകൾ വിധവകളായി മാറി. ഇതൊക്കെയാണ് അതിൻ്റെ പരിണാമം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളൊരു ആലേഖ് തയ്യാറാക്കുക. അതിനനുസരിച്ച് കൂടുതൽ പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുക. നിങ്ങൾക്കറിയാം ഹിരോഷിമ നാഗസാക്കി ഒരു യുദ്ധമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. ജപ്പാനിലുണ്ടായതല്ലേ ഹിരോഷിമ നാഗസാക്കി എപ്പോഴാണ് എന്നുള്ളതും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും ഒക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളിതിന് ആൻസർ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യുക. അപ്പോൾ എത്രയായി? 6 മാർക്ക്. ഇപ്പോൾ 8 മാർക്ക്. 8 6 14 മാർക്കിന് ഇപ്പോൾ ചോദിച്ചു കേട്ടോ. എവിടെ നിന്ന്? നമ്മുടെ 2ാമത്തെ ചാപ്റ്ററായ ബേട്ടി കെ നാമിൽ നിന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്താ ഡയറി? തുമ്നെ അപ്നെ കൈദി ബാബ് കോ ഖത്ത് ഭേജാ. ഖത്ത് ക്യാ ഭേജാ? മേരി ജാൻ ആസുനാമ. അത് ആസുനാമ എന്ന് പറഞ്ഞാൽ എന്തായാൽ വിലാപ കാവ്യാണ് അല്ലേ. മകള് അച്ഛന് കത്തയച്ചു. എന്തൊക്കെയാണ് ആ കത്തിലുണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ആകുലതകൾ അല്ലേ. അപ്പോൾ ഈ അച്ഛൻ മകൾക്ക് തിരിച്ചയക്കുകയാണ്. മകളെ എന്താണ് ഞാൻ എഴുതുക, എന്താണ് ഞാൻ പറയുക? കാരണം നിൻ്റെ കത്ത് എന്ന് പറയുന്നത് എനിക്കൊരു വിലാപ കാവ്യം പോലെയാണ് തോന്നിയത്. ബേട്ടിക്ക് ആസുനാമാനെ ബാദ്ഷാക്കെ മൻ കോ വിചലിത് കർ ദിയാ. വേ ഡയറി മേ അപ്നെ പീഡ വ്യക്ത് കർത്തേ ഹേ വ ഡയറിയിലേക്ക്. അപ്പം അന്നത്തെ ദിവസം നമ്മുടെ ബഹദൂർ ഷാ സഫർജി ഡയറി എഴുതുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹിൻസും കൊടുത്തിട്ടുണ്ട്. സഹായ സംഗീത് എന്താണ്? പരിവാർ വാലോം കി സോച്ച്. നമ്മുടെ വെറും ദില്ലിവാസികളോട് മാത്രമല്ല, സ്വന്തം കുടുംബക്കാർ, തൻ്റെ വീട്ടുകാരെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകുലതയും ആർക്കുണ്ട്? നമ്മുടെ ബഹദൂർ ഷാ സഫർജിക്കുണ്ട്. ദില്ലിവാസിയൊക്കെ പ്രതി ആകുലത, കൂടെ തന്നെ ദില്ലിയിലെ ജനങ്ങളോട് അല്ലേ. അവർക്ക് എങ്ങനെയായിരിക്കും അവരുടെ ആ ചിന്തകളൊക്കെ ആരെ വേട്ടയാടുകയാണ്? നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുടെ വേട്ടയാടുകയാണ്. മാത്രമല്ല ഖത്ത് പഠനേസി ഉത്പന്ന ദർദ്, എന്ത് വേദനയാണ് ആ കത്ത് വായിച്ചതിന് ശേഷം ഉണ്ടായത് എന്നുള്ളതും, കൈദി ഹോജാനേക്ക് വേദന, ഈ തടവിലായതിൻ്റെ ആ ഒരു വേദനയും എല്ലാം എന്തിൽ വേണം? ആ ഡയറിയിൽ വേണം. നിങ്ങൾക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് എന്നുള്ളത്. ആദ്യം ഒരു പുതിയ പേജ് എടുക്കുക. നമ്മുടെ ആ പേജിൽ നല്ലൊരു ബോക്സൊക്കെ വരച്ചിട്ട് എന്ത് വേണം? ഡേറ്റ് വേണം. വേണ്ടേ? ഡേറ്റ് എന്നാണ് ഡേറ്റ് വേണം. നിങ്ങൾക്ക് സമയം ഉൾക്കൊള്ളിക്കാം അല്ലേ. അപ്പോൾ താരീഖ്, സമയമായി. പിന്നെയോ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. എന്ത് കൊടുക്കാം നമുക്ക്? ആജ് മേരെ ലിയേ ബഡാ മാനക് സംഘർഷ് കാ ദിൻ ഹേ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ആജ് മേരെ ലിയേ ബിൽക്കുൽ ബുരാ ദിൻ താ. വളരെയധികം എന്തൊരു ചീത്തയായ ദിവസമായിരുന്നു, അല്ലെങ്കിൽ മാനസിക സംഘർഷമായ നിർഭരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്നൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കുക ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളിക്കുക. നിങ്ങൾക്ക് ഒരു ഡയറി ചെയ്ത് പരിചയമുണ്ടല്ലോ ഇത്രയും വർഷത്തെ, അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എന്തെഴുതാൻ. അവസാനം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഭഗവാൻ, ഹേ ഭഗവാൻ മുझे അച്ഛി നീന്തതേ, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉറക്കം നൽകൂ. കാരണം ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ തടവിലായിരുന്ന സമയത്ത്. അപ്പം അത് നിങ്ങൾക്ക് പറയാം. അങ്ങനെ നിങ്ങളുടേതായ ഭാവനയിൽ നിങ്ങൾക്ക് ഈ ഡയറി എഴുതാവുന്നതാണ്. മനസ്സിലായില്ലേ? കൂടുതൽ ഞാൻ പറയണോ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് എത്ര മാർക്കാന്ന് നോക്കിക്കേ. 8 മാർക്ക്. 14 8 എത്ര? 22 മാർക്കിനാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിന് 20 മാർക്കിനാണ്. 2ാമത്തെ ചാപ്റ്ററിൽ 22 മാർക്കിനാണ് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 80ൽ 80 വാങ്ങാം. പിന്നെയും ഞാൻ എടുത്ത് പറയുകയാണ്, ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. വീഡിയോസ് കാണാൻ ഞാൻ അപ്ലോഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? നമ്മൾ പറഞ്ഞു ചരിത്ര ടിപ്പണി പ്രതീക്ഷിക്കാം, ഒരു ജവാബി പത്രം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പത്രം എഴുതേണ്ട നിങ്ങൾക്കറിയാലോ. ഫോർമാറ്റ് ഒന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ ഫോർമാറ്റെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. 1 2 മാർക്ക് അതിന് തന്നെ കിട്ടും, ഫോർമാറ്റിന് തന്നെ. പിന്നെ ഡയറി പ്രതീക്ഷിക്കാം. പിന്നെ 1 2 മാർക്കിൽ മാതൃഭൂമിയിൽ ചോദിച്ചില്ലേ നമ്മുടെ കവിതയിൽ, അതേപോലെ ഇതൊന്നും നമുക്ക് 1 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പം നന്നായിട്ട് തന്നെ പഠിച്ച് നിങ്ങൾ പോകുക. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പാഠങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി നല്ല കുട്ടികളായി എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഭാഷണമാണ്, അഥവാ സ്പീച്ചാണ്. ആരുടെ സ്പീച്ചാണ്? നമ്മുടെ ഫസ്റ്റത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റുജിയുടെ
സ്പീച്ചാണ് മേരെ ഭാരത് വാസിയും എന്ന പേരുള്ള. നമുക്കറിയാവുന്നതാണ് അല്ലേ, ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളുടെയും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേരുടെ അവരുടെ ബലിദാനം നൽകുന്നതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, 47 സ്വാതന്ത്ര്യ അല്ലേ, ഭാരത് സ്വതന്ത്ര ഹുവാ ഹേ അല്ലേ. അതും ഇപ്പോൾ ഓഗസ്റ്റ് 14 നമ്മുടെ പ്രധാനമന്ത്രിജി മധ്യരാത്രിക്ക് വേലാമേം തിരങ്ക ഫെറാതെ ഹുയെ ദേശ് സേ ജോ അപ്പീൽ കീതി. എങ്ങനെ ജവഹർലാൽ നെഹ്റുജി തലേ ദിവസം, അതായത് ഓഗസ്റ്റ് 14 നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാണ്. അപ്പം ആ ഒരു പ്രസംഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിലെന്തുണ്ട്, നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ്. നമ്മുടെ നെഹ്റുജിയുടെ അതേപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാരതം ഭാവിയിൽ ആക്കി തീർക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ കൈവരിക്കേണ്ടത്, ഏതൊക്കെ ജനങ്ങളുടെ കണ്ണീരാണ് അകറ്റേണ്ടത്, ഏതൊക്കെ ജനങ്ങളുടെ പട്ടിണിയാണ് നമ്മൾ മാറ്റേണ്ടത് എന്നെല്ലാം ഒരുപാട് ലക്ഷ്യങ്ങൾ കൊണ്ടാണ് നമ്മളിനി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്പീച്ചിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ മോഡൽ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണിതെന്ന് വന്നതെന്ന് നോക്കിയാലോ നമുക്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതേപോലൊരു പാരഗ്രാഫ് തരും, നമ്മുടെ ചാപ്റ്ററിലുള്ളതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹമാരി പീഡിക്ക് സബ്സെ മഹാൻ വ്യക്തിക്ക് മഹത്വാകാംക്ഷ ക്യാ ഹെ എന്നാണ് നമ്മുടെ തലമുറയിൽപ്പെട്ട ആ ഒരു വ്യക്തിയുടെ, ഏത് വ്യക്തിയുടെ, നമ്മുടെ ഗാന്ധിജിയുടെ. എന്താണ് ഗാന്ധിജിയുടെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്നത്, നമുക്കറിയാവുന്നതാണല്ലേ. ഹർ ഏക് ആങ്ക് സേ ആസു മിർച്ചായി, ഓരോ കണ്ണുകളിൽ നിന്നും അവരുടെ കണ്ണുനീരകറ്റുക. പക്ഷേ ഈ ഒരു കണ്ണുനീര് തുടച്ചു നീക്കുന്നത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുമോ, ഒരിക്കലുമില്ല. അതെങ്ങനെ, പതിയെ പതിയെ നമ്മൾ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നവരെ എന്ത് ചെയ്യും, നമ്മൾ പരിശ്രമിക്കണം എന്നാണ് നമ്മുടെ നെഹ്റുജി നമ്മളോടായിട്ട് പറയുന്നത് അല്ലേ. ഹമേം പരിശ്രം കർനാ ഹോഗാ താകി ഹം അപ്നെ സപ്നോ കോ സാകാർ കർ സകേ. എന്തിന്, हर एक आंख से आंसू मिट जाए, जब तक लोगों की आंखों में आंसू है और वे पीड़ित है തബ് തക് ഹമാര കാം ഖതം നഹീം ഹോഗ എന്നാണ് നെഹ്റുജി പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നം എന്തായിരുന്നു, ഹർ ഏക് ആങ്ക് സേ ആൻസൂ മിറ്റ് ജായേ, അത് എഴുതിയാൽ മതി, 1 മാർക്കിൻ്റെയാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഗദ്യാംശിക സംക്ഷേപൺ കരി. എങ്ങനെയാണ് സംക്ഷേപം എഴുതേണ്ടത്, എന്താണോ ഈ പാരഗ്രാഫിൽ പറയുന്നത് അതൊന്ന് ചുരുക്കി എഴുതുക കേട്ടോ. 6 മാർക്കിൻ്റെയാണ്. നിങ്ങൾ ഒരു എസ്സേ എഴുതുന്ന പോലെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ചുരുക്കി എഴുതുക. സംക്ഷേപൺ കര എന്നാണ്, 6 മാർക്കിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം എടുത്ത് എഴുതുക. എല്ലാ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സംക്ഷേപൺ പോലെ ഡയറി ചോദിക്കുന്ന പോലെയും പത്രം ചോദിക്കുന്ന പോലെയും അതേപോലെ ആലേഖ് ചോദിക്കുന്നത് പോലെയും ട്രാൻസ്ലേഷൻ അനുവാദം ചെയ്യാൻ ചോദിക്കുന്നത് പോലെയുമുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ സംക്ഷേപൺ കര എന്ന് പറഞ്ഞാൽ. അതും നിങ്ങൾ പഠിച്ചു വെച്ച് പോവുക. പിന്നെയോ ഉചിത ശീർഷകിലേക്ക്, ഇത് സംക്ഷേപം മാത്രം എഴുതിയാൽ പോരാ, എന്തും വേണം, അതിന് നല്ലൊരു ശീർഷക്, ടൈറ്റിൽ, തലക്കെട്ടും ഉണ്ടായിരിക്കണം. അതിനും 1 മാർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് എഴുതാം കേട്ടോ. തലക്കെട്ട് ഇതിന് നൽകാവുന്നതാണ്. മനസ്സിലായില്ലേ. അപ്പോൾ എത്ര മാർക്കായി, 6 2 8 മാർക്കായിട്ടോ. ഇതെന്ന് ചോദിച്ചത് ഏത് ചാപ്റ്ററിന്ന്, 3ാമത്തെ ചാപ്റ്ററായ മേരെ ഭാരത് വാസിയും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റുജിയുടെ ഭാഷണിൽ നിന്ന്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ചോദിച്ചേ, എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, പരിശ്രമം കർണ ചാഹിയെ എന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്. ഭവിഷ്യമേ ഹമേം വിശ്രാം കർണ യാ ചൈൻ സെ നഹീ ബൈഠനാ ഹെ ബൽക്കി നിരന്തർ പ്രയാസ് കർണ ഹെ, നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം എന്ന് നെഹ്റുജി നമ്മളോട് പറയുന്നുണ്ട്. ഇസ് കഥൻ കി ആധാർ പർ പരിശ്രമം കാ മഹത്വം. എന്താണ് ഹാർഡ് വർക്കിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്, അതിനെക്കുറിച്ചൊരു ഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഭാഷണം എന്ന് പറഞ്ഞാൽ സ്പീച്ച് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫോമാറ്റ് എന്നൊക്കെ അറിയാലോ. ആദരണീയ ഗുരുജനോ ഓർ മേരെ പ്യാരേ ദോസ്തോം സബ്കോ മേരെ നമസ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ. എന്നിട്ട് നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് വേണം, എന്ത് പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ, ധന്യവാദം എന്ന് പറയണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭാഷണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഭാഷണം എന്ന് പറയുന്നത് പരിശ്രമക്ക മഹത്വമാണ്. ഹാർഡ് വർക്കിൻ്റെ സ്ഥാനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ. സഹായ സംഗീതത്തിൽ കൊടുത്തത് നിങ്ങൾ നോക്കിക്കേ, ജീവൻ പരിശ്രമക്ക സ്ഥാനം എന്താണ് ജീവിതത്തിൽ, പരിശ്രമത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. മാത്രമല്ല ജീതയ്ക്ക് പഹലി സീഡി ഹേ പരിശ്രമം അല്ലേ. ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ജയത്തിൻ്റെ പഹലി സീഡി, ആദ്യത്തെ ചവിട്ടുപടിയാണ്.
മാത്രമല്ല പരിശ്രമ ക ഫൽ, ഈ അങ്ങനെ ലക്ഷ്യം നേടിയെടുത്ത് അതിൻ്റെ ആ ഒരു പരിശ്രമത്തെ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളതും അതിനെക്കുറിച്ചും നമ്മൾ സൂചിപ്പിക്കണം. അങ്ങനെ ഈ കഠിനാധ്വാനമാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു താക്കോൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി മാത്രമേ ജീവിതത്തിൽ സന്തോഷം എന്താണ് അല്ലെങ്കിൽ ആ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷം എന്താണ് എന്നുള്ളത് അനുഭവിച്ചറിയുകയുള്ളൂ. നമുക്കറിയാം നമ്മളെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം 21 മണിക്കൂറും എവിടെയാണ്? ആ ലബോറട്ടറിയിലാണ്. അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വെറും 3 മണിക്കൂർ അതും ആ ടേബിളിൽ കിടന്നുറങ്ങും. അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ നെഹ്റുജിയുടെ കാര്യം എടുത്ത് നോക്കൂ. നെഹ്റുജിയാണെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും ദിവസത്തിൽ 17 മണിക്കൂറും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നെഹ്റുജിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ നമ്മുടെ ഗാന്ധിജിയാണെങ്കിലോ രാവും പകലും ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. അതിന് എന്താ ഫലം? അതാണ് പരിശ്രമ ക ഫൽ ക്യാ ഹേ? എന്താണ്? ജീത്ത് അല്ലേ? വിജയമാണ്. വിജയം കിട്ടിയില്ലേ? ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഷണിൽ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ആൻസർ ചെയ്യാം. പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് 8 മാർക്കിന് നിങ്ങൾ ആൻസർ ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോമാറ്റൊക്കെ കൊടുത്തുകൊണ്ട് നേരത്തെ 12,000 ഒക്കെ പറഞ്ഞില്ലേ, ഒന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ആ ഫോമാറ്റ് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ചോദിക്കാവുന്നതാണ് അനുവാദ് കർണേക്കില്ലേ അല്ലേ? എങ്ങോട്ട്? നമ്മുടെ ഹിന്ദിയിലേക്ക് ഇംഗ്ലീഷ് തരും, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിൻസും കൊടുത്തിട്ടുണ്ട്. 8 മാർക്കിനാണ്. നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല, കാരണം എപ്പോഴും ഒരേപോലെയല്ല നമ്മളെ എക്സാമിന് ചോദിക്കുക. വെറൈറ്റി പാരഗ്രാഫൊക്കെ ആവും ചോദിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഹിൻസിൽ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. നന്നായിട്ട് വായിക്കുക. നിങ്ങൾ കൂൾ ഓഫ് ടൈം ഉണ്ട്, 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. 20 മിനിറ്റിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേരെ ഭാരത്വാസിയും എന്നുള്ള ചാപ്റ്റർ എന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. സംക്ഷേപം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഭാഷണം ഉണ്ടായിരിക്കും, ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ എത്ര മാർക്കിനാണ്? 24 മാർക്കിനാണ് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോവുക. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് എന്തൊക്കെയാണ് അതിൽ പറയുന്നുണ്ട് അല്ലേ? നമ്മളെ ഭാരതയ്ക്ക് സേവാക്ക് അർത്ഥിക്കാഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എന്താണ് ഭാരതത്തിനെ സേവിക്കണം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ലാക്കും കരോടും പീഡിത് ലോകോം കി സേവ, കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളെ സേവിക്കുക. എന്താണ്? ഉസ്കി ഗരീബി ഒരു അജ്ഞാനതാക്കവും ഇട്ടാന, അവരുടെ ദാരിദ്ര്യം അകറ്റുക, അവരുടെ നിരക്ഷരത അകറ്റുക. മാത്രമല്ല കൂടെ തന്നെ ബീമാരിയോർ അവസർക്ക സമാനതാക്കോ മിട്ടാന അല്ലേ? രോഗങ്ങളെ അല്ലേ, ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങൾ ദൂരീകരിക്കുക. അതേപോലെ തന്നെ അവസർക്ക സമാനതാക്കോ മിട്ടാന, എല്ലാവർക്കും തുല്യ അവസരം നൽകുക. ഇതൊക്കെയാണ് ലക്ഷ്യം. നമ്മുടെ നെഹ്റുജി പറയുന്നുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ച് നമ്മളെ സുഖത്തോട് ചൈൻസ് നിഹിം ബൈറ്റ്നാ ചാഹിയെ, എങ്ങനെയാണ്? പരിശ്രമം കർണാ ചാഹിയെ, നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഈ ലക്ഷ്യങ്ങളൊക്കെ നേടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെഹ്റുജിയുടെ ലക്ഷ്യവും നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നവും എല്ലാമാണ് നമ്മുടെ നെഹ്റുജിയുടെ ഭാഷണിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ 3 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഈ റിവിഷൻ ക്ലാസ് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോസൊക്കെ, ഈ ചാപ്റ്ററിൻ്റെ മെയിൻ വീഡിയോസ് ഇല്ലേ, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ റിവിഷൻ ക്ലാസ് കാണുക. നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാമിന് നല്ല പഠിച്ച് പോയിട്ട് തന്നെ എക്സാം എഴുതണം. നിങ്ങൾ ഫസ്റ്റത്തെ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം നന്നായിട്ട് തന്നെ വിനിയോഗിക്കുക. നന്നായിട്ട് തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഈ എക്സാമിന് ഈ സമയത്ത് ആൻസർ ചെയ്യണം, 20 മിനിറ്റ് കഴിഞ്ഞ് ആൻസർ ചെയ്യണം എന്നാലും ടിക്ക് ചെയ്ത് പോവുക. ഫോക്കസ് ഏരിയ ഉണ്ടാവുമല്ലോ അതിനിടയിൽ, ആ ഫോക്കസ് ഏരിയ മാത്രം ടിക്ക് ചെയ്ത് പോവുക. ഇനി അറിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 80-ൽ 80 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ 2ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക, എങ്കിലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ആ സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. तो बच्चों धन्यवाद.